നമസ്കാരം എൻ്റെ എല്ലാ കുട്ടികൾക്കും ഗ്രീഷ് ഫിസിക്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം യൂണിറ്റ് 1 യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പെട്ടെന്നൊരു റിവിഷൻ പോലെ നമ്മൾ പറയാം കുറേ കാര്യങ്ങൾ. അതായത് ആദ്യം നമ്മൾ പാരലാക്സ് മെത്തേഡ്, റഡാർ, സോണാർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു. SI സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഡയമെൻഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയമെൻഷൻസ് പഠിച്ചു. ഡയമെൻഷന്റെ യൂസ് പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 യൂസ് കഴിഞ്ഞ ചാപ്റ്ററുകൾ കഴിഞ്ഞ കൂടി എല്ലാം നിങ്ങൾ എടുത്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ഇഷ്ടം പോലെ എക്സാമ്പിൾ വെച്ച് വളരെ ഈസി ആയിട്ട് അതെല്ലാം നമ്മൾ പറഞ്ഞു തന്നു. അന്നേരം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്, അത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആയി പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ ഏതാണ് എറേഴ്സ് ആണ് പറഞ്ഞു തന്നത്. എറേഴ്സ് പറയുമ്പോൾ നിങ്ങൾ നന്നായിട്ട് അതിനെ കുറിച്ച് ഒരു പ്രിലിമിനറി ഐഡിയ ആണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നത്. എറർ എന്താണ്, പലതരം എറർ അല്ലെ, എറർ, ആക്യുറസി, പ്രിസിഷൻ, 3 വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലതരം എറർ, സിസ്റ്റമാറ്റിക് എറേഴ്സും റാൻഡം എറേഴ്സും, ഹ്യൂമൻ എറർ, നമ്മൾ ഉണ്ടാക്കുന്ന എറർ, ഹ്യൂമൻ എറർ, അതിനെ കുറിച്ചൊക്കെ വളരെ രസകരമായ ഒരു ക്ലാസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം. നമ്മൾ എന്താണ് എറർ എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കേണ്ടത്. അന്നേരം യഥാർത്ഥം ഇനി നമുക്കൊരു 5 മാർക്കിന്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെക്ഷനിലേക്ക് നമ്മൾ പോകുന്നത്. 5 മാർക്കിന്റെ ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷൻ, അതായത് കാൽക്കുലേറ്റ് ദി പെർസെൻറ്റേജ് എറർ. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാൻ ചോദിക്കും. അന്നേരം നമുക്ക് ഹൗ ടു കാൽക്കുലേറ്റ് the percentage error. Percentage error എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? അന്നേരം എളുപ്പത്തിൽ നമുക്ക് പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിന് കുറേ സ്റ്റെപ്പുകളുണ്ട്. ഞാൻ ഓരോ സ്റ്റെപ്പുകളും ഞാൻ എഴുതാം, നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകണം. ഫസ്റ്റ് വൺ, ട്രൂ വാല്യൂ. ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതിയോ? ഇല്ല, പ്രോബ്ലം ചെയ്യുന്ന നന്നായിട്ട് അറിഞ്ഞിരിക്കണം. പ്രോബ്ലം ചെയ്യുന്ന വളരെ ഈസിയാണ്. ട്രൂ വാല്യൂ കണ്ടുപിടിക്കണം. രണ്ടാമത് അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം. മൂന്നാമത് മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം. നാലാമത് റിലേറ്റീവ് എറർ, അല്ലെങ്കിൽ മറ്റൊരു പേരും പറയാം, ഓർത്തിരുന്നോണേ, ഓർ ഫ്രാക്ഷണൽ എറർ. ഓക്കെ, റിലേറ്റീവ് എറർ ഓർ ഫ്രാക്ഷണൽ എറർ. 5 ആണ് പെർസെന്റേജ് എറർ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പെർസെന്റേജ് എറർ നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എത്ര സ്റ്റെപ്പിലൂടെ കടന്നു പോകണം? ട്രൂ വാല്യൂ കണ്ടുപിടിക്കണം, അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം, മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം, റിലേറ്റീവ് എറർ കണ്ടുപിടിക്കണം, ലാസ്റ്റ് ആണ് പെർസെന്റേജ് എറർ. എറർ എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് അല്ലെ, തെറ്റെന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് നമ്മൾ പെർസെന്റേജ് എറർ കണ്ടുപിടിക്കുമ്പോൾ 100% ആക്യുറസി കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഒരു മാർക്ക് മൊത്തം മാർക്ക് അടിച്ചു പൊളിച്ചങ്ങ് പോകും. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡിൽ കണ്ടുപിടിക്കാം. അത് ഞാനൊരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. ഓരോന്നിന് നമുക്ക് ചെയ്യുന്നതിന് മുമ്പ്, പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് എന്തോ ട്രൂ വാല്യൂ എന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ. ഇപ്പൊ ഞാനൊരു ഇൻസ്ട്രുമെന്റ് വെച്ച് മെഷർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ 3 വാല്യൂസ് ആണ് ഞാനിപ്പോ എഴുതാൻ പോവാണ്. ഇവിടോട്ട് 2, 4, 6 3 വാല്യൂസ്. 2ഉം 4ഉം 6ഉം. ഇതിനെ പറയുന്ന പേര് മെഷേർഡ് വാല്യൂ. മെഷേർഡ് വാല്യൂ. എനിക്കൊരു ഇൻസ്ട്രുമെന്റ് കൊണ്ടുവന്നപ്പം എനിക്ക് കിട്ടിയ 3 വാല്യൂസ് ആണ് 2ഉം 4ഉം 6ഉം. ഇനി അതിൽ നിന്ന് എനിക്ക് ട്രൂ വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ വാല്യൂ എന്നുള്ളതൊന്നും അല്ല. ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ മീൻ വാല്യൂ. വേറൊരു പേരുണ്ട് മീൻ വാല്യൂ. ഇതൊക്കെ നിങ്ങൾ ഓർത്തിരുന്നോണം, മീൻ വാല്യൂ. ട്രൂ വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് 3 കൂടെ കൂട്ടുക. മീൻ വാല്യൂ എങ്ങനെ എടുക്കുന്നത്? 2 പ്ലസ് ട്രൂ വാല്യൂ 2 പ്ലസ് 4 പ്ലസ് 6 ഡിവൈഡഡ് ബൈ 3. എന്നിട്ട് നിങ്ങൾ നോക്കിയേ, 2 പ്ലസ് 4 6 പ്ലസ് 6 12 ഡിവൈഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 4. എന്നിട്ട് നമ്മൾ ട്രൂ വാല്യൂ കണ്ടുപിടിച്ചു. അത്ര ഈസി ആയിട്ടുള്ളതൊന്നും അല്ല പരീക്ഷ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്, നിങ്ങൾക്ക് എക്സാമ്പിൾ കിട്ടിക്കഴിയുമ്പോഴത്തേന് പിന്നെ ഏത് വേണമെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാക്കിയിരിക്കാം. ആദ്യം നമുക്ക് മെഷേർഡ് വാല്യൂ ആയിരിക്കാം അവർ ക്വസ്റ്റ്യൻ തരുന്നത്, മെഷേർഡ് വാല്യൂ ആയിരിക്കാം. നമ്മൾ അതിൽ നിന്ന് ട്രൂ വാല്യൂ, ഇപ്പം 5 മെഷേർഡ് വാല്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 5 കൂടെ കൂട്ടി 5 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ? ട്രൂ വാല്യൂ കണ്ടുപിടിക്കാൻ. അപ്പൊ ട്രൂ വാല്യൂ കണ്ടുപിടിച്ചു. ആദ്യം ട്രൂ വാല്യൂ കണ്ടുപിടിച്ചു. അടുത്തത് അബ്സല്യൂട്ട് എറർ. എന്താണ് അബ്സല്യൂട്ട് എറർ? അബ്സല്യൂട്ട് എററിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്. The magnitude of the difference between
ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ. മാഗ്നിറ്റ്യൂഡ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, അബ്സല്യൂട്ട് എറർ. കണ്ടുപിടിക്കുന്ന രീതി നിങ്ങൾ നോക്കൂ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് ദി മെഷേർഡ് വാല്യൂ. അതാണ്ട് ഇങ്ങനെ മോഡുലസ് കൊടുക്കും. മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുന്നുണ്ട്, മോഡുലസ് നമുക്ക് കൊടുക്കാം. മോഡുലസിന്റെ പ്രത്യേകത ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. അന്നേരം ട്രൂ വാല്യൂ എത്രയാണ്? ട്രൂ വാല്യൂ തെറ്റിക്കഴിഞ്ഞാൽ അബ്സല്യൂട്ട് എറർ എല്ലാം തെറ്റും, എല്ലാം തെറ്റിപ്പോകും. അന്നേരം തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പെർസെന്റേജ് കണ്ടുപിടിക്കുന്നത്. ട്രൂ വാല്യൂ നമ്മുടെ 4 ആണ്. ട്രൂ വാല്യൂ, ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. ഓരോ മെഷേർഡ് വാല്യൂ ചെയ്യാം. 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. ആദ്യത്തത് 2 ആണെങ്കിൽ 4 മൈനസ് 2 എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാം 2 ആണ്, അത് സംശയമില്ല. രണ്ടാമത്തെ ഇതുപോലെ അടുത്ത മെഷേർഡ് വാല്യൂ 4 മൈനസ് രണ്ടാമത്തെ എത്ര? 4 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 0 ആണ്. എന്നിട്ട് രണ്ടാമത്തെയും കിട്ടി. മൂന്നാമത്തെ എന്താണ് അബ്സല്യൂട്ട് എറർ? 4 മൈനസ് 6 ആണ്. 4 മൈനസ് 6 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്തുവാ? -2. പക്ഷെ മോഡുലസ് ഉള്ളതുകൊണ്ട് നമുക്ക് മൈനസ് എടുക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ മോഡുലസ് എടുത്ത് വെച്ചേക്കുന്നത്. അന്നേരം 4 മൈനസ് 6 -2 ആയിട്ട് നമുക്ക് എന്ത് എഴുതിയാൽ മതി? 2 എന്ന് എഴുതിയാൽ മതി. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുന്നത്. അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുന്ന ഒന്നുകൂടെ ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്. ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് ദി മെഷേർഡ് വാല്യൂ. ഇങ്ങനെ ഓരോന്നിന്റെയും കണ്ടുപിടിക്കാം. അതായത് ട്രൂ വാല്യൂ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ എന്ത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ? അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അബ്സല്യൂട്ട് എററിൽ എന്തെങ്കിലും തെറ്റ് വരുത്തിയാൽ അടുത്തതിൽ തെറ്റ് വരും. കണ്ടോ? അന്നേരം ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് പോകണം. അടുത്ത മീൻ അബ്സല്യൂട്ട് എറർ. മീൻ അബ്സല്യൂട്ട് എറർ. മീൻ അബ്സല്യൂട്ട് എറർ എങ്ങനെ കണ്ടുപിടിക്കും? ഇതല്ലേ അബ്സല്യൂട്ട് എറർ. ഇതിന്റെ എല്ലാം മീൻ എടുക്കുന്നു. ഇതിന്റെ എല്ലാം മീൻ എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 2 പ്ലസ് 0 ഒരു നമുക്ക് കിട്ടിയൊരു വാല്യൂ. അന്നേരം അതോടെ കൂട്ടാം. 2 പ്ലസ് 0 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 0 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 4 ഡിവൈഡ് ബൈ 3. 4 ഡിവൈഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ ഏകദേശം 1.3333 സംതിങ് വരും. ഇങ്ങനെ കിട്ടും ഉത്തരം. അന്നേരം ഇതാണ് മീൻ അബ്സല്യൂട്ട് എറർ. മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ ദി മീൻ ഓഫ് ദി അബ്സല്യൂട്ട് എറേഴ്സ്. അബ്സല്യൂട്ട് എറേഴ്സിന്റെ എല്ലാവരുടെ മീൻ എടുക്കുവാണെങ്കിൽ, അതിന്റെ ഉത്തരത്തിന്റെ എല്ലാവരുടെ മീൻ എടുക്കുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മീൻ അബ്സല്യൂട്ട് എറർ. അത്രയും ക്ലിയർ ആയല്ലോ. ഇനി 2 സ്റ്റെപ്പ് കൂടെ ഉള്ളൂ. ട്രൂ വാല്യൂ കഴിഞ്ഞു, അബ്സല്യൂട്ട് എറർ കഴിഞ്ഞു, മീൻ അബ്സല്യൂട്ട് എറർ കഴിഞ്ഞു. ഞാൻ ഇവിടെ അങ്ങ് തുടക്കിയാണ്. കൈകൊണ്ട് തന്നെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ എന്താ? റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ ദ റേഷ്യോ, അതിന്റെ ഡെഫിനിഷൻ, ദ റേഷ്യോ ഓഫ് മീൻ അബ്സല്യൂട്ട് എറർ ടു ദി ട്രൂ വാല്യൂ. ദ റേഷ്യോ ഓഫ് മീൻ അബ്സല്യൂട്ട് എറർ. മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടുപിടിച്ചു 1.333 ബൈ ടു ദി ട്രൂ വാല്യൂ. മീൻ അബ്സല്യൂട്ട് എററിന്റെയും ട്രൂ വാല്യൂന്റെ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് 1.333 ഡിവൈഡ് ബൈ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് 4. നിങ്ങൾ ചെയ്ത് നോക്കുക, കണ്ടുപിടിക്കുക. ഇങ്ങനെ കിട്ടുന്നതാണ് റിലേറ്റീവ് എറർ. ഇത് നമുക്കൊരു ഉത്തരം കിട്ടും ഓട്ടോമാറ്റിക്കലായിട്ട്. അന്നേരം ഓർത്തോളുള്ള റിലേറ്റീവ് എറർ കണ്ടുപിടിക്കുന്നതിനുള്ള ഡെഫിനിഷൻ ഓർത്തോളുക. ദി റേഷ്യോ ഓഫ് മീൻ അബ്സല്യൂട്ട് എറർ ടു ദി ട്രൂ വാല്യൂ ഈസ് നോൺ ആസ് ഏത്? റിലേറ്റീവ് എറർ. ഇനി ഈ റിലേറ്റീവ് എറർ എത്രയാണോ ഉത്തരം കിട്ടുന്നത് ആ ഉത്തരത്തിനെ നമ്മൾ പെർസെന്റേജ് ആകും. ഒരു എക്സാമ്പിൾ, ഇതിന് കിട്ടുന്ന ഉത്തരം നമുക്ക് 0.03 എന്നാണ് കിട്ടുന്നത് വെച്ചു. അതിനെ പെർസെന്റേജ് ആക്കണം എന്ന് പറഞ്ഞാൽ ×100 ചെയ്യണം. എത്രയാണോ ഈ റിലേറ്റീവ് എറർ കിട്ടുന്നത് ×100 ചെയ്യുമ്പോൾ നമുക്കിപ്പം 3% എന്ന് പറയും. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പെർസെന്റേജ് എറർ. നിങ്ങൾ ഇനി ഒരു വട്ടം ഒന്ന് നന്നായിട്ടൊന്ന് കേട്ടിട്ട് 1-2 വട്ടം കേട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ചെയ്യുന്നതിനെ കുറിച്ച് ഐഡിയ ആയി. നമുക്ക് സ്റ്റെപ്പുകൾ ക്ലിയർ ആയില്ലേ? ട്രൂ വാല്യൂ ആദ്യം കണ്ടുപിടിക്കണം, അബ്സല്യൂട്ട് എറർ ആദ്യം രണ്ടാമത് കണ്ടുപിടിക്കണം, മൂന്നാമത് മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം, നാലാമത് കണ്ടുപിടിക്കേണ്ടത് റിലേറ്റീവ് എറർ അല്ലെങ്കിൽ മറ്റൊരു പേര് ഫ്രാക്ഷണൽ എറർ കണ്ടുപിടിക്കണം, അഞ്ചാമതാണ് പെർസെന്റേജ് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ഞാനൊരു ജനറൽ എക്സാമ്പിൾ വെച്ച് ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ച ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു എക്സാമ്പിളോട് തന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ 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 ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. പക്ഷെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് എറർ. തെറ്റ് വരുത്താനേ പാടില്ല. ഈ തെറ്റിന് അവർ മൊത്തവും തെറ്റിടും. ഓക്കെ, ഇത് നമുക്കൊരു ജനറൽ എക്സാമ്പിൾ കഴിഞ്ഞ് നമുക്കല്ല ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ സ്ഥിരമായിട്ട് ചോദിച്ചിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് തന്നെ ചെയ്ത് നോക്കാം. ഓക്കെ,
പെർസെന്റേജ് എന്താണെന്നുള്ള സ്റ്റെപ്പുകളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം ചെയ്യാം. ഒരു പ്രോബ്ലം നിങ്ങൾ വൃത്തിയായിട്ട് അതിന്റെ രീതിയിൽ ഒന്ന് ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ട് ഒരു 5 മാർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ഇങ്ങനെ കിട്ടും. മേടിച്ച് നമുക്ക് എഴുതാം ഈസി ആയിട്ട്. 1/2 മാർക്ക് പോലും പോകരുത്. ശ്രദ്ധിച്ച് ചെയ്യണം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. ക്വസ്റ്റ്യൻ ഇതാണ്, നീണ്ടൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ പേടിച്ചൊന്നും പോകരുത്. ദി പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ടേൺസ് ഔട്ട് ടു ബി 2.63 സെക്കൻഡ്. ഓരോ വാല്യൂ നിങ്ങൾ കറക്റ്റ് ആയിരിക്കണം, വായിക്കുന്ന എടുത്തെഴുതുന്നതല്ല. 2.63 സെക്കൻഡ്. കാരണം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം എന്ന് പറയുമ്പോൾ പീരീഡ് എന്ന് പറയുന്നത് ടൈം പീരീഡ് ആണ്, ടൈമിന്റെ യൂണിറ്റ് ആണ് സെക്കൻഡ്. 2.56 സെക്കൻഡ് അല്ല തന്നിരിക്കും. 2.42 സെക്കൻഡ്, 2.71 സെക്കൻഡ്, 2.80 സെക്കൻഡ്. നിങ്ങളൊന്ന് എണ്ണി നോക്കുകയാണ് എത്ര തന്നിരിക്കുന്നുണ്ട് മെഷേർഡ് വാല്യൂ. ഈ തന്നിരിക്കുന്ന എല്ലാം മെഷേർഡ് വാല്യൂ അല്ലേ? വരാം 1, 2, 3, 4, 5 മെഷേർഡ് വാല്യൂ വന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, കാൽക്കുലേറ്റ് ദി പെർസെന്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഇതെല്ലാം കണ്ടുപിടിക്കണം. ഓരോന്നോരോന്നായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ട്രൂ വാല്യൂ, അബ്സല്യൂട്ട് എറർ ഇൻ ഈച്ച് മെഷർമെന്റ്, മീൻ അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെന്റേജ് എറർ, പീരീഡ് ഓഫ് പെൻഡുലം വിത്ത് എറർ ലിമിറ്റ്സ്. ഈ പീരീഡ് ഓഫ് എറർ പെൻഡുലം വിത്ത് എറർ ലിമിറ്റ്സ് എന്നുള്ളത് എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ. അതൊരു വട്ടം പബ്ലിക്കേഷൻ വെച്ചപ്പോൾ എല്ലാവരും വരുന്ന ഒരു 90% പേര് എഴുതിയില്ല. അതിനുവേണ്ടിയാണ് ആ ക്വസ്റ്റ്യനോട് ഞാൻ ആഡ് ചെയ്തത്. നമുക്ക് ആദ്യം ട്രൂ വാല്യൂ കണ്ടുപിടിക്കാം. ഓരോന്നും നല്ല വൃത്തിയായിട്ട് അങ്ങ് പഠിച്ചോ. ട്രൂ വാല്യൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേണമെങ്കിൽ നിങ്ങൾക്ക് ലെറ്റർ ഒന്നും അറിയത്തില്ല, ഒരെണ്ണത്തിന്റെ ലെറ്റർ ഒന്നും അറിയത്തില്ലെങ്കിൽ എ ബാർ എന്ന് കൊടുത്താലും മതി ട്രൂ വാല്യൂ. ഇപ്പൊ ഞാനിവിടെ സാധാരണ ടൈം പീരീഡ് ഡിനോട്ട് ലെറ്റർ ടി ആണ്, അതുകൊണ്ട് ഞാൻ ടി ബാർ എന്ന് എഴുതി. ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ടി ബാർ. ഈ തന്നിരിക്കുന്ന എല്ലാം മെഷേർഡ് വാല്യൂ അല്ലേ? അത് നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടെ കൃത്യമായിട്ട് എഴുതിയിട്ട് 1, 2, 3, 4, 5 ഡിവൈഡ് ബൈ 5 ചെയ്യണം. എന്നിട്ട് നിങ്ങൾ നോക്കിയേ, കറക്റ്റ് ആയിട്ടാണ് എടുത്തെഴുതാൻ. 2.63 പ്ലസ് 2.56 പ്ലസ് 2.42 പ്ലസ് 2.71 പ്ലസ് 2.80 ഡിവൈഡ് ബൈ 5. ഈ എടുത്തെഴുതിയേക്കുന്നത് തെറ്റിച്ചാലും പോയി, പിന്നെ നമ്മൾ കണ്ടുപിടിക്കുന്ന എല്ലാം തെറ്റായി. അത്രയ്ക്ക് കീനായിട്ട് ഒബ്സർവ് ചെയ്ത് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ടതാണ്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ആദ്യം കിട്ടുന്നത് 2.624 ആണ്. അവിടെ ശ്രദ്ധിക്കണം, 2.624 എന്നാണ്. എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യണം. റൗണ്ട് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് 2 ഡിജിറ്റ് മതി ഉത്തരം. അതായത് 0.62. അതായത് മറ്റേ ഡിജിറ്റ് അങ്ങ് മായ്ച്ച് കളയുന്നുള്ളതല്ല. ഉദാഹരണം, നമുക്ക് കിട്ടുന്ന ഉത്തരം നാണ്ടി ഇതാണെന്ന് നിങ്ങൾ വിചാരിക്കുക, 2.628 എന്നാണെങ്കിൽ നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് മതിയല്ലോ. മൂന്നാമത്തെ ഡിജിറ്റ് 5 5 കൂടുതലോ ആണെങ്കിൽ, മൂന്നാമത് കിടക്കുന്ന ഡിജിറ്റ് 5 5 കൂടുതലാണെങ്കിൽ ഈ രണ്ടാമത്തെ ഡിജിറ്റിന്റെ കൂട്ടത്തിൽ നമ്മൾ 1 ആഡ് ചെയ്യും. നിങ്ങൾ നോക്കി, ഇത് 8 എന്ന് പറഞ്ഞാൽ 5 5 കൂടുതലോ അല്ലേ? എന്നിട്ട് നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 2.63 എന്ന് കിട്ടും. റൗണ്ട് ഓഫ് ചെയ്യുന്ന മനസ്സിലായോ? 5 5 കൂടുതൽ. വേറെ എക്സാമ്പിൾ പറയാം, 2.629. നിങ്ങൾ എന്ത് ചെയ്യും? 2 ഡിജിറ്റ് മതി, മൂന്നാമത്തെ ഡിജിറ്റ് നോക്കണം അവൻ ഏത് കിടക്കുന്നതാണ്. അവൻ 5 കൂടുതൽ കിടക്കുന്നതാണ്. 5 5 കൂടുതൽ കിടക്കുന്നതായത് ഇപ്പുറത്ത് കിടക്കുന്ന രണ്ടാമത്തെ ഡിജിറ്റിലൂടെ 1 ആഡ് ചെയ്യുമ്പോൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 2.63. പക്ഷെ ഇങ്ങനെ വരുമെന്ന് വെച്ചു 2.623. ഇങ്ങനെ വരുമ്പം 5 കുറവല്ലേ? അന്നേരം നമ്മൾ 0 ആഡ് ചെയ്യണം ഇതിന്റെ കൂട്ടത്തിൽ. രണ്ടാമത് കിടക്കുന്ന ഡിജിറ്റിന്റെ കൂട്ടത്തിൽ 0 ആഡ് ചെയ്യണം. അന്നേരം 2.62 0 ആഡ് ചെയ്യുമ്പം 2.62 തന്നെ കിട്ടും. അന്നേരം 5 5 കൂടുതലോ ആണെങ്കിൽ 1 ആഡ് ചെയ്യണം രണ്ടാമത്തെ ഡിജിറ്റിന്റെ കൂട്ടത്തിൽ. എന്നാൽ 5 കുറവാണെങ്കിൽ നിങ്ങൾ 0 ആഡ് ചെയ്യണം. അന്നേരം ഇവിടെ നിങ്ങൾ നോക്കിയേ, 2.624 ആണ്. മൂന്നാമത് കിടക്കുന്ന ഡിജിറ്റ് 5-നേക്കാട്ടിൽ താഴെയല്ലേ? കാരണം നമ്മൾ രണ്ടാമത് കിടക്കുന്ന ഡിജിറ്റിന്റെ കൂട്ടത്തിൽ എന്ത് ആഡ് ചെയ്യണം? അത് മാറ്റിയിട്ട് 0 ആഡ് ചെയ്യണം. 2.62. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 2.62 സെക്കൻഡ്. അന്നേരം ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇത് ട്രൂ വാല്യൂ തെറ്റിയാൽ അടുത്ത അബ്സല്യൂട്ട് എറർ തെറ്റി, എല്ലാം പടപടാന്ന് നിങ്ങൾ തെറ്റി. അന്നേരം ഇത് റൗണ്ട് ഓഫ് ചെയ്യാൻ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കണം. നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് മതി മാക്സിമം. റൗണ്ട് ഓഫ് ചെയ്യുന്നത് ക്ലിയർ ആയേ? സംശയമില്ലേ? ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പുകളിലേക്ക് പോവാം. ഓരോന്നും അബ്സല്യൂട്ട് എറർ നല്ലതായിട്ട് വൃത്തിയായിട്ട് കണ്ടുപിടിക്കാം, മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാം, റിലേറ്റീവ് എറർ അല്ലെങ്കിൽ ഫ്രാക്ഷൻ എറർ കണ്ടുപിടിക്കാം, പെർസെന്റേജ് എറർ കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മൾ ആദ്യം അബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ചു, ട്രൂ വാല്യൂ കണ്ടുപിടിച്ചു. ട്രൂ വാല്യൂ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് നല്ല ക്ലിയർ ആക്കി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്
അബ്സല്യൂട്ട് എറർ ആണ്. അന്നേരം അതും ശ്രദ്ധിച്ചോണം. ഞാൻ ആദ്യമേ പറഞ്ഞു എന്റെ ഡെഫിനിഷൻ, ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. ഇപ്പൊ ഞാൻ ഇതിനെല്ലാം അബ്സല്യൂട്ട് എററിനെല്ലാം ഞാൻ ഡെൽറ്റ വെച്ച് ഡിനോട്ട് ചെയ്യും. ഡെൽറ്റ പീരീഡ് ആയതുകൊണ്ട് ഡെൽറ്റ T1 5 ഉള്ളൂ. ഡെൽറ്റ T1, ഡെൽറ്റ T2, ഡെൽറ്റ T3, ഡെൽറ്റ T4, ഡെൽറ്റ T5. ഇനി ഓരോന്നും ശ്രദ്ധിച്ചു എങ്ങനെയാണ്. ഡെൽറ്റ T1 ഈസ് ഈക്വൽ ടു മോഡുലസ് കൊടുക്കണം നല്ല വ്യക്തമായിട്ട്, കാരണം മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ. ട്രൂ വാല്യൂ ഒറ്റ നല്ലേ ഉള്ളൂ. നമുക്ക് ട്രൂ വാല്യൂ നമുക്ക് ചെയ്ത് കിട്ടിയിരിക്കുന്നത് 2.62 മൈനസ് ആദ്യത്തെ മെഷേർഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 2.63. അല്ല 2.62 മൈനസ് 2.63 എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയാൽ 0.01 കിട്ടും. നിങ്ങളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേറ്റർ നോക്കണം. കാൽക്കുലേറ്റർ ചെയ്ത് പഠിക്കണം. അല്ലാതെ പരീക്ഷയ്ക്ക് മാത്രം കാൽക്കുലേറ്റർ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും. ശ്രദ്ധിച്ചോണം, അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. പരീക്ഷയ്ക്ക് അതിന് മുമ്പേ കാൽക്കുലേറ്റർ എടുത്ത് നന്നായിട്ട് യൂസ് ചെയ്ത് പഠിക്കണം. അടുത്ത ഡെൽറ്റ T2 ഈസ് ഈക്വൽ ടു 2.62 മൈനസ് 2.56 രണ്ടാമത്തെ മെഷേർഡ് വാല്യൂ. ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ 0.06. മൈനസ് ഉള്ളതെല്ലാം ഇതായിട്ട് അങ്ങ് ബുക്കോളും. ഡെൽറ്റ T3 2.62 മൈനസ് അടുത്ത മെഷേർഡ് വാല്യൂ 2.42 0.20. നാലാമത് ഡെൽറ്റ T4 2.62 മൈനസ് 2.71 എന്ന് പറഞ്ഞാൽ 0.09 അല്ലേ. ഡെൽറ്റ T5 2.62 മൈനസ് 2.80 0.18. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മൾ ചെയ്ത എല്ലാം അബ്സല്യൂട്ട് എറർ ഓരോന്നായിട്ട് കണ്ടുപിടിച്ചു. എന്നാലും നമ്മൾ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ചു. അബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ചാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? മീൻ അബ്സല്യൂട്ട് എറർ. ഇത് നിങ്ങളുടെ മനസ്സിൽ വേണം. ട്രൂ വാല്യൂ, അബ്സല്യൂട്ട് എറർ, മീൻ അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, ലാസ്റ്റ് ആണ് പെർസെന്റേജ് എറർ. പെർസെന്റേജ് എറർ മാത്രമേ ചോദിച്ചുള്ളെങ്കിൽ നിങ്ങൾ ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ ഓർത്തിരിക്കണം. അന്നേരം മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് ഞാൻ ഡെൽറ്റ T ബാർ എന്ന് ഡിനോട്ട് ചെയ്യും. നിങ്ങൾക്ക് മീൻ അബ്സല്യൂട്ട് എറർ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ ഒരു കുഴപ്പമില്ല. ഒരു ലെറ്റേഴ്സും ഡിനോട്ട് ചെയ്യണമെന്നില്ല. ആ വാല്യൂസ് അങ്ങ് എഴുതിയാൽ മതി. അന്നേരം അബ്സല്യൂട്ട് എററിന്റെ വാല്യൂ ഇതല്ല. അബ്സല്യൂട്ട് എറർ നമുക്ക് മുമ്പ് കിട്ടിയതാണ് 0.01, 0.06, 0.20, 0.09, 0.18 ഡിവൈഡ് ബൈ 5. കാരണം ഇത് 5 ഉണ്ട്. 1, 2, 3, 4, 5 ഇതെല്ലാം അബ്സല്യൂട്ട് എറർ ഡിവൈഡ് ബൈ 5 ഉള്ളതുകൊണ്ട് ഡിവൈഡ് ബൈ 5. അന്നേരം നമുക്ക് കിട്ടി ഡെൽറ്റ T ബാർ 0.108. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ് നമുക്ക് മതി? മാക്സിമം 2 ഡിജിറ്റ് മതി. ചില കേസിൽ മാത്രം 3 ഡിജിറ്റ് മതി. ഇതിനകത്ത് 2 ഡിജിറ്റ് മതി. 10 കഴിഞ്ഞിട്ട് കിടക്കുന്നത് 5-നെക്കാട്ടി കൂടുതലാണോ 5-നെക്കാട്ടി കുറവാണോ? 8 എന്ന് പറയുന്നത് 5-നെക്കാട്ടി കൂടുതലാണ്. അന്നേരം നമ്മൾ രണ്ടാമത് കിടക്കുന്ന ഡിജിറ്റിന്റെ കൂട്ടത്തിൽ 1 ആഡ് ചെയ്യണം. അന്നേരം ഡെൽറ്റ T ബാർ 0.10. ഈ 0യുടെ കൂട്ടത്തിൽ 1 ആഡ് ചെയ്യുമ്പോൾ 0.11 സെക്കൻഡ്. ഇതാണ് എന്ത്? മീൻ അബ്സല്യൂട്ട് എറർ. മീൻ അബ്സല്യൂട്ട് എറർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് റിലേറ്റീവ് എറർ ആണ്. റിലേറ്റീവ് എറർ എന്ന് ഞാൻ പറഞ്ഞു, ദി റേഷ്യോ ഓഫ് മീൻ അബ്സല്യൂട്ട് എറർ ടു ദി ട്രൂ വാല്യൂ. മീൻ അബ്സല്യൂട്ട് എറർ കറക്റ്റ് ആയിട്ട് കിട്ടണം. അന്നേരം 0.11 ബൈ ട്രൂ വാല്യൂ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെച്ചത് 2.62. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എവിടെങ്കിലും എന്തെങ്കിലും ഡിജിറ്റ് വ്യത്യാസം വന്നാൽ പെർസെന്റേജ് എറർ മൊത്തം പോയി. ടെൻഷൻ അടിക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് നല്ല വൃത്തിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. 0.11 ബൈ 2.62 എന്ന് പറയുന്നത് 0.0419. നമുക്ക് 2 ഡിജിറ്റ് മതി. നമുക്ക് 0.04 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. 0.04 വരുന്നത് ഇത്രയായിട്ട് എഴുതാം. അന്നേരം നമ്മൾ റിലേറ്റീവ് എറർ. ഇനി എന്താണ് പെർസെന്റേജ് എറർ? റിലേറ്റീവ് എറർ എക്സ്പ്രസ്ഡ് ഇൻ പെർസെന്റേജ് ഈസ് കോൾഡ് പെർസെന്റേജ് എറർ. റിലേറ്റീവ് എറർ എക്സ്പ്രസ് ഇൻ പെർസെന്റേജ്. എത്രയാണോ റിലേറ്റീവ് എറർ അതിനെ നമ്മൾ പെർസെന്റേജിലോട്ട് ആക്കുന്നു. അതിന് പറയുന്ന പേരാണ് പെർസെന്റേജ്. അന്നേരം 0.04 കിട്ടി ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര പെർസെന്റേജ് കിട്ടി? 4% കിട്ടി. നമുക്ക് പെർസെന്റേജ് എറർ കിട്ടി. അന്നേരം 5 മാർക്കായി. ഈസി. അതിന്റെ കൂട്ടത്തിൽ എക്സ്ട്രാ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനിലോട്ട് ചോദിച്ചേക്കുന്നതുകൊണ്ട് ചോദിച്ചാണ് എറർ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. നിങ്ങൾ ഇക്വേഷൻ മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. എറർ ലിമിറ്റ് കണ്ടുപിടിക്കാൻ ട്രൂ വാല്യൂ പ്ലസ് ഓർ മൈനസ് മീൻ അബ്സല്യൂട്ട് എറർ. നിങ്ങൾ ചെയ്യുമൊന്നും വേണ്ട, കൃത്യ വാല്യൂ മാത്രം എടുത്ത് കഴിഞ്ഞാൽ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് 2.62 നമുക്ക് കിട്ടിയത്. പ്ലസ് ഓർ മൈനസ് മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് 0.11 സെക്കൻഡ്. പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ചെയ്യാം മൈനസ് ചെയ്യാം, പക്ഷെ നിങ്ങൾ ഈ ഫോമിൽ മാത്രം എഴുതിയിട്ടാൽ മതി. ഇതിൽ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ 6 മാർക്കും കിട്ടണമെങ്കിൽ ഇതൊന്ന് കാണാൻ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ. എറർ ലിമിറ്റ് ഈസ് ഈക്വൽ ടു ട്രൂ വാല്യൂ പ്ലസ് ഓർ മൈനസ് മീൻ അബ്സല്യൂട്ട് എറർ. അന്നേരം പെർസെന്റേജ് എറർ ക്ലിയർ ആയല്ലോ. അന്നേരം എക്സ്ട്രാ ക്വസ്റ്റ്യനോട് നോക്കുക നല്ല പോലെ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ട്രൂ വാല്യൂ, അബ്സല്യൂട്ട് എറർ, മീൻ അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെന്റേജ് എറർ,
ആൻഡ് ലാസ്റ്റ് വൺ എറർ ലിമിറ്റ് കണ്ടുപിടിക്കേണ്ട ട്രൂ വാല്യൂ പ്ലസ് ഓർ മൈനസ് മീൻ അബ്സല്യൂട്ട്. നന്നായിട്ട് വൃത്തിയായിട്ട് അങ്ങ് എഴുതി പഠിക്കണം. ഒരു ഹോംവർക്ക് കൂടെ ഞാൻ തരാം. ആ ഹോംവർക്ക് നല്ല വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മള് പെർസെന്റേജ് അടിപൊളിയായിട്ട് പഠിച്ചു. ജനറൽ എക്സാമ്പിൾ വെച്ച് പഠിച്ചു, അല്ലാതുള്ള സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വെച്ച് പഠിച്ചു. ഇനി ഒരു ഹോംവർക്ക് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഹോംവർക്ക് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇൻ ആൻ എക്സ്പെരിമെന്റ് ദി വാല്യൂ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വാസ് ഫൗണ്ട് ടു ബി 1.54, 1.53, 1.44, 1.54, 1.56, 1.45 in successive measurements. Calculate. ഒരു മിസ്റ്റേക്ക്. കാൽക്കുലേറ്റ് പെർസെന്റേജ് എറർ. അതാണ് മെയിൻ ക്വസ്റ്റ്യൻ. പെർസെന്റേജ് എറർ ആൻഡ് ഓൾസോ ഫൈൻഡ് ദി എറർ ലിമിറ്റ്. പെർസെന്റേജ് എറർ കണ്ടുപിടിക്കുക, എന്നിട്ട് എറർ ലിമിറ്റ് കണ്ടുപിടിക്കുക. ഈ ക്വസ്റ്റ്യൻ അത് പലരും തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 1.54 തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് വെട്ടിക്കളയാൻ പാടില്ല. കാരണം ഇതെല്ലാം നമുക്ക് കിട്ടിയ മെഷർമെന്റ്സ്. അന്നേരം 1, 2, 3, 4, 5, 6 6 മെഷർമെന്റ്സ് ഡിവൈഡ് ബൈ 6 വെച്ച് ചെയ്യാൻ ഒരു ക്ലൂ ആണ്. അന്നേരം 1.54 ഏതെങ്കിലും മെഷേർഡ് വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് ക്യാൻസൽ ആക്കാൻ പാടില്ല. അത് എത്ര ഉണ്ടോ അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. അന്നേരം ഇത്രയാണ് നിങ്ങളുടെ ഫുൾ ടോപ്പിക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് കംപ്ലീറ്റ്ലി എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസിന് ഒരു പ്രത്യേകത ഉണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പറഞ്ഞു എല്ലാം വ്യത്യസ്തമായ ഓരോ ക്വസ്റ്റ്യൻസും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ടഫ് ആണോ എന്ന് ചോദിച്ചാൽ ടഫ് ആണ്, പക്ഷെ പഠിച്ചാൽ അത് എളുപ്പമാണ്. എല്ലാം ടഫാണ്, പഠിച്ചാൽ എളുപ്പമാണ്. അന്നേരം അത് നമുക്ക് നല്ല വൃത്തിയായിട്ട് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് അടുത്ത ദിവസം കൊണ്ട് തീരും. അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ 2 യൂണിറ്റ് പ്രധാനമായിട്ടുള്ള ഡയമെൻഷൻസ് എന്ന യൂണിറ്റ് നമ്മൾ തീർത്ത് കംപ്ലീറ്റ് ആയി. എന്നിട്ട് നമുക്ക് അടുത്ത യൂണിറ്റിലോട്ട് പോകാം. അന്നേരം ഫുള്ള് പഠിക്കണം. തിയറി വിത്ത് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഫുൾ മാർക്ക് ഷുവർ. അന്നേരം ഓക്കെ, വാ അടുത്ത ക്ലാസ്. ഫിസിക്സ് സൈനിങ് ഓഫ്.